നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടതിരുത്തി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. അങ്കണവാടികളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. പെരിങ്ങോട്ടുകര വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി നടത്തിയ അവധിക്കാല ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. വാർത്തകൾ തുടരുന്നു. എടതിരുത്തി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. 3 ദിവസം നിർത്താതെ പെയ്ത മഴയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ട എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പപ്പടം നഗർ, ചേന്ദ്ര എന്നീ മേഖലയിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തിയത്. 50ഓളം വീടുകളാണ് വെള്ളക്കെട്ട് മൂലം ഈ പ്രദേശങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തോടുകൾ നികത്തുകയും വേണ്ടത്ര രീതിയിൽ ഡ്രൈനേജ് സംവിധാനത്തിലൂടെ വെള്ളം ഒഴുകിപ്പോവാത്തതും നിലവിലുള്ള തോടുകൾ അടഞ്ഞുകിടക്കുന്നതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കാൻ ഇടയായതെന്ന് നാട്ടുകാരുടെ പരാതിയിൽ NHAI റവന്യൂ ഉദ്യോഗസ്ഥർ, എടത്തുരുത്തി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി വില്ലേജ് ഓഫീസിൽ യോഗം ചേർന്നു. യോഗത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുവാനും വെള്ളം ഒഴുകിപ്പോകുവാൻ സ്ഥിര സംവിധാനം ഒരുക്കുവാനുമുള്ള നടപടികൾ സ്വീകരിക്കുവാനും ഇന്ന് രാത്രിയോടെ തന്നെ തോടുകൾ വൃത്തിയാക്കാനും NHAI ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ET ടൈസൺ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ കളക്ടറുമായി നിലവിലെ സ്ഥിതി വിവരിച്ചു. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ നേരിട്ട് കണ്ട് 2.5 മണിക്കൂറോളം കളക്ടർ പ്രദേശങ്ങളിൽ ചെലവഴിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡും സന്ദർശനവേളയിൽ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യയെ കാത്തുപരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ നേട്ടങ്ങൾ വർണ്ണിച്ചുകൊണ്ടും ഏവരുടെയും മനസ്സ് കീഴടക്കിയ ഓപ്പറേഷൻ സിന്ദൂരിനെ സ്മരിച്ചുകൊണ്ട് നിശ്ചല ദൃശ്യാവിഷ്കാരവുമായിട്ടാണ് ഇത്തവണ അന്തിക്കാട് KGM സ്കൂൾ നവാഗതരെ വരവേറ്റത്. കര, നാവിക, വ്യോമസേന വിഭാഗക്കാർ യുദ്ധത്തിനുപയോഗിച്ച ആയുധങ്ങൾ, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ, യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ച നിശ്ചല ദൃശ്യങ്ങൾ യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ ഏവരെയും സഹായിച്ചു. ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ വിശിഷ്ട വ്യക്തികളെ സ്വീകരിച്ച് സ്കൂളിലേക്ക് ആനയിച്ചു. ലഹരിവിരുദ്ധ സന്ദേശം കുട്ടികൾക്ക് നൽകിക്കൊണ്ട് അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ സരിൻ AS അക്ഷരദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ദൃശ്യമാധ്യമങ്ങളിൽ മാത്രം പരിചിതമായ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഭീമൻ രൂപങ്ങൾ നേരിൽ കണ്ടപ്പോൾ കുട്ടികളിൽ ജിജ്ഞാസയും കൗതുകവും ഉളവായി. PTA പ്രസിഡന്റ് അഖില രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, PTA വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിയോ, ഉണ്ണികൃഷ്ണൻ, പ്രഷിത, രമ്യ, ദേവി, MPTA പ്രസിഡന്റ് അജീഷ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലെ കുട്ടികൾക്ക് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി കുടകൾ സമ്മാനിച്ചു. അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടികയിലെ വിവിധ അംഗനവാടിയിലെ കുട്ടികൾക്ക് നൽകുന്ന കുടകളുടെ വിതരണ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ നിർവഹിച്ചു. എനിക്കറിയാം, നമ്മുടെ ഭാഗത്തെ അംഗനവാടിയിൽ വരുന്ന കുട്ടികളുടെ അമ്മമാർ, അവരുടെ രക്ഷിതാക്കൾ 10 കുട ഒരുമിച്ച് മേടിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ്, ശേഷിയുള്ളവരാണ്. ഈ കുടയ്ക്ക് ഒരു പക്ഷേ 10 രൂപയാവാം, 100, 150, 200 വിലയുണ്ടാവുകയുണ്ട്. പക്ഷേ ഞങ്ങൾ കാണിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കുട്ടികളോട് കാണിക്കുന്ന കരുതലിൻ്റെ ഭാഗമാണ് ഈ കുട വിതരണം. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ AN സിദ്ധപ്രസാദ, TV ഷൈൻ, ജിജ ശിവൻ, PC മണികണ്ഠൻ, ജയ സത്യൻ, രഹന ബിനീഷ്, ലളിത മോഹൻദാസ്, മധു അന്തിക്കാട്ട്, മോഹൻദാസ് പുല്ലാക്കപ്പറമ്പിൽ,
PC ജയപാലൻ, AK വാസൻ, ഹേമ പ്രേമൻ, PK ശശി, കണ്ണൻ പനയ്ക്കൽ, PK കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിലേക്കായി പുതുതായി അംഗനവാടിയിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്കായി 150ഓളം കുടകളാണ് വിതരണം ചെയ്തത്. അന്തിക്കാട് പഞ്ചായത്തിലെ പഞ്ചായത്ത് തല പ്രവേശനോത്സവം അന്തിക്കാട് വാർഡ് 9 അംഗനവാടിയിൽ വെച്ച് നടത്തി. വാർഡ് മെമ്പർ രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അന്നാന്ന് വെച്ചാൽ നമുക്ക് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു, അത്രയ്ക്ക് മഴയായിരുന്നു. അപ്പോൾ എല്ലാ മക്കളും നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പഴയ കാലത്ത് നമുക്ക് അംഗനവാടിയിൽ വരുമ്പോൾ കരഞ്ഞു ഓടി വരുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പം അങ്ങനെയല്ല, നല്ല ഉഷാറോടു കൂടി എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രവേശനോത്സവത്തിന് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം നല്ല രീതിയിലുള്ള നമ്മുടെ ഹൈടെക് അംഗനവാടികളും അതുപോലെ നമ്മുടെ സർക്കാർ കെട്ടിടങ്ങളില്ലാത്ത അംഗനവാടികൾക്ക് കെട്ടിടങ്ങൾ അനുവദിച്ചുകൊണ്ടും വളരെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ICDS സൂപ്പർവൈസർ വസുമതി KB, അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. തട്ടിൽ മനോജ് പ്രവേശനോത്സവ പരിപാടികളുടെ ട്രോഫി സ്പോൺസർ ചെയ്തു. അംഗനവാടി പ്രവർത്തകരായ രാജി PV, ജിൽജ KV എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അംഗനവാടിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന 8 കുട്ടികൾക്ക് ലഞ്ച് ബോക്സ്, ട്രോഫി, പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് പൂച്ചെണ്ടുകൾ, ട്രോഫി എന്നിവയും നൽകി. തുടർന്ന് മധുര പലഹാരവും വിതരണം ചെയ്തു. കണ്ടശാങ്കടവ് SH മേരീസ് CLP സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം വർണ്ണാഭമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. മദർ സുപ്പീരിയർ C. ഗീതി മരിയ അധ്യക്ഷയായി. കണ്ടശാങ്കടവ് ഫൊറോന പള്ളി വികാരി റവനന്റ് ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ ആദ്യാക്ഷരം കുറിക്കലും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ഹെഡ് മിസ്ട്രസ് C. ജാസ്മിൻ CMC അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. ആൽബം സോങ്ങുകളിൽ ശ്രദ്ധ നേടിയ ഹൃദ്യ ശാലിൻ മുഖ്യാതിഥിയായിരുന്നു. OSA ചെയർമാൻ ഷാലി വർഗീസ്, PTA പ്രസിഡന്റ് ഷൈൻ തോമസ്, MPTA പ്രസിഡന്റ് സയന മജീന്ദ്രൻ, BRC കോർഡിനേറ്റർ രശ്മി ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി രേഷ്മ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മാമ്പിള്ളി കൽപ്പക അങ്കണവാടിയിൽ പുതുതായി ചേർന്ന കുട്ടികൾക്ക് പ്രവേശനോത്സവം നടത്തി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും റാലിയും സംഘടിപ്പിച്ചിരുന്നു. വാർഡ് മെമ്പർ രതീഷ് കൂനത്ത ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ AR ബീന ടീച്ചർ, സ്നോബി P. ശോഭനൻ, സിമി ജിനേഷ്, ജിനി രാധേഷ്, സിന്ധു ചന്ദ്രബോസ്, അനന്യ ഗണേഷ്, ലക്ഷ്മി PJ, ഷാരി ഷാജൻ, രമ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന കലാസന്ധ്യയിൽ മുറ്റിച്ചൂർ അയ്യപ്പൻകാവ് മാതൃസമിതി, എറവ് പാരിജാതം, തൃശൂർ താളം ഭൈരവി, താളം തിരുവമ്പാടി, മുറ്റിച്ചൂർ അയ്യപ്പൻകാവ് എന്നീ ടീമുകൾ തിരുവാതിരക്കളി അവതരിപ്പിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ തിരുവാതിരക്കളി അവതരിപ്പിച്ച ടീമുകളെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങന്നൂർ മന മുരളീധരൻ നമ്പൂതിരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഏങ്ങണ്ടിയൂർ സെന്റ് മേരീസ് LP സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിന്ധു അനിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവനന്റ് ഫാദർ സജു വടക്കേത്തല സന്ദേശം നൽകി. മുൻ ഹെഡ് മിസ്ട്രസ് VD ഷീല പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. HM CG ജോസ്, ഏങ്ങണ്ടിയൂർ ചർച്ച് ട്രസ്റ്റി ആന്റണി, അധ്യാപകരായ നിമ്മി, സിൽജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വാർഡ് മെമ്പർ നികിത P. രാധാകൃഷ്ണൻ ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗം PV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 4-ാം വാർഡിൽ അംഗൻവാടി പണിയുന്നതിനും കുടിവെള്ളത്തിന് വാട്ടർ കിയോസ്ക് നിർമ്മിക്കുന്നതിനും സ്ഥലം അനുവദിച്ച് നൽകിയ മുഹമ്മദ് അലി കോപ്പറമ്പിലിനെ ചടങ്ങിൽ ആദരിച്ചു. CBSE 10ാം തരം മലയാളം പരീക്ഷയിൽ റാങ്ക് ജേതാവായ വൈഗ S. കുമാറിനെ ചടങ്ങിൽ അനുമോദിച്ചു. KA അൻഷാദ് കൃഷ്ണ, അനൽ B. കൃഷ്ണ, MB ഉണ്ണികൃഷ്ണൻ, KA അരവിന്ദാക്ഷൻ, ചന്ദ്രൻ കിഴക്കൻ, ലതാ ബാബു, MC ബാബു, ആനന്ദൻ മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. ആ തോട്ടിൽ എപ്പോഴും വെള്ളം കയറും. 2 പഞ്ചായത്തുകൾ വേർതിരിക്കുന്നതുകൊണ്ടാണെന്ന് രാധാകൃഷ്ണൻ്റെ പണിയുണ്ടായി. അപ്പം അതിനാവശ്യമായ സഹായം തരണം, അല്ലെങ്കിൽ ഇവിടെ ആകെ പ്രയാസമാണ്. അപ്പം നമ്മൾ പേടിക്കാൻ, നമുക്ക് തരുന്ന ഫണ്ട് നമ്മുടെ ഫണ്ടാണ്, അല്ലാണ്ട് വേറെ ആരെ ഫണ്ടല്ല, ചേച്ചി മുതൻ്റെ ഫണ്ടൊന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന നികുതി പണം, ആ നികുതി പണം വിവിധ മേഖലയ്ക്ക് പദ്ധതിക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമുക്കും ഒരു വിഹിതം കിട്ടണം. അല്ലാതെ ചേച്ചി മുതൽ തരുന്ന ഫണ്ടാണ്, എല്ലാം മെല്ലമായി തരുന്ന ഫണ്ടാണ്, നമ്മുടെ ധാരണ ആർക്കും വേണ്ട. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ സ്കൂൾ പ്രവേശനോത്സവം നൃത്താവിഷ്കാരമാക്കി അവതരിപ്പിച്ചു. പ്രവേശനോത്സവം വലപ്പാട് CI രമേശ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ പ്രസന്നൻ, പ്രിൻസിപ്പൽ ജയാബിനി GSB, PTA പ്രസിഡന്റ് PSP നസീർ, വികസന കമ്മിറ്റി ചെയർമാൻ CS മണികണ്ഠൻ, പ്രധാനാധ്യാപിക മിനിജ R. വിജയൻ എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് NSS യൂണിറ്റ് വിദ്യാർത്ഥികളുടെ നൃത്താവിഷ്കാരവും ഉണ്ടായിരുന്നു. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. മുൻ കൃഷി മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ P. വിനു മുഖ്യാതിഥിയായി. തളിക്കുളം BRCയിലെ ഷിനി ടീച്ചർ, MPTA പ്രസിഡന്റ് സജിത സജീവ്, മാനേജർ പ്രതിനിധി V. ശ്രീലത, പ്രധാനാധ്യാപകൻ KS സനീഷ്, സ്റ്റാഫ് സെക്രട്ടറി VG ഷൈൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും മധുരപലഹാര വിതരണവും നടത്തി. കണ്ടശങ്കടവ് SH ഓഫ് മേരീസ് CGHSൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഗീതി മരിയയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജിത പോൾ പ്രവേശനോത്സവ സന്ദേശം പങ്കുവച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത്, അധ്യാപക പ്രതിനിധികളായ സിസ്റ്റർ മേരി ലിറ്റ്സ, ജോൺസൺ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വർണ്ണശബളമായ പരിപാടികളോടെ നവാഗതരെ സ്വീകരിച്ചു. സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ നവാഗതർക്ക് പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, PTA പ്രസിഡന്റ് RA ഷെരീഫ്, സബീന നാസർ, VB അഹമ്മദ്, രാജേന്ദ്രൻ മാസ്റ്റർ, അധ്യാപകരായ സ്മിത, റീന, മെഹറുനിസ, HM ഹനീഫ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. പ്രീ പ്രൈമറി ക്ലാസുകളിലേക്ക് വന്ന കുഞ്ഞോമനകൾക്ക് സമ്മാനങ്ങളും പൂക്കളും നൽകി സ്വാഗതം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാനി അനിൽകുമാർ അധ്യക്ഷയായി. സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വിന്നി മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃശൂർ അതിരൂപത അവാർഡിന് അർഹനായ വിദ്യാലയത്തിന്റെ OSA പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ, മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ചെറുകിട സംരംഭകയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹയായ ഷാനി അനിൽകുമാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഫാദർ ജിയോ തെക്കിനിയത്ത് മാതാപിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. മദർ സുപ്പീരിയർ സിസ്റ്റർ ഹൃദ്യ നവാഗതർക്ക് കോട്ടുകൾ വിതരണം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. PTA പ്രസിഡന്റ് സിജോ മാത്യു, MPTA പ്രസിഡന്റ് പ്രവീണ, റിട്ടയർഡ് അധ്യാപിക മേരി ടീച്ചർ, സിസ്റ്റർ റെജിൻ, ദീപ്തി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ നൃത്തങ്ങളും അരങ്ങേറി. വാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അബ്ദുൾ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ഏവർക്കും ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗവേളയിൽ രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തി. PTA പ്രസിഡന്റ് AT റഫീഖ് അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥിയായിരുന്ന കുഞ്ഞി മുഹമ്മദ് ബഖാവി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KA സൈദു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ രാധ ടീച്ചർ, അറബിക് HOD മുസ്തഫ സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പ്രാപ്തരായ ഒരു അച്ചടക്കത്തിന്റെ, ഒരു സംഘാടകത്തിന്റെ, ഒരു സിലബസിന്റെ രീതിയിലാണ് അധ്യയനം നടത്തുന്നത്. ഇവിടെ ഭൗതിക പഠനമുണ്ട്, ആത്മീയ പഠനമുണ്ട്, സാംസ്കാരിക പഠനമുണ്ട്, കലയുണ്ട്, കായികമുണ്ട്, IT ഉണ്ട്, എന്തൊക്കെയുണ്ടോ വിദ്യാഭ്യാസ മേഖലയിൽ അതെല്ലാം നൽകിക്കൊണ്ട് തന്നെ ഒരു ആത്മീയ പഠനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചു വരുന്നത് എന്ന് രക്ഷിതാക്കളെ ഞാൻ അറിയിക്കുകയാണ്. പല വിദ്യാലയങ്ങളിലും PTA പ്രസിഡന്റ് പറഞ്ഞ ഒരു പോയിന്റ്, സ്കൂൾ പൂട്ടുന്ന ദിവസം, ആനിവേഴ്സറി ദിവസം, യൂത്ത് ഫെസ്റ്റിവൽ ദിവസം, അവരുടെ ക്ലാസ് കഴിയുന്ന ദിവസമൊക്കെ ഒരു പോലീസ് ജീപ്പുകൾ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വന്ന് കിടക്കേണ്ടതായ ഒരവസ്ഥ നമുക്ക് കാണാം, അല്ലേ? ഇതുപോലുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ക്ലാസ് വിട്ട് പോകുമ്പോൾ പ്രിൻസിപ്പാളെയും ടീച്ചർമാരെയും ഒക്കെ സലാം പറഞ്ഞ് അനുഗ്രഹം വാങ്ങി ക്ഷയിക്കാൻ കൊടുത്തിട്ടായിരിക്കും പോകുക. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ വിവിധ പരിപാടികളോടെ പ്രവേശനോത്സവം നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി പ്രവേശനോത്സവ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവനന്റ് ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമൽ അധ്യക്ഷനായി. ഭൗമം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘാടകരായ കൃഷ്ണകുമാർ, നീലകണ്ഠൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. നവാഗതർക്ക് പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. പ്രവേശനോത്സവ തൊപ്പികൾ അണിഞ്ഞ ശിങ്കാരിമേളത്തിന്റെ താളം പിടിച്ച് കുട്ടികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, സ്റ്റാഫ് പ്രതിനിധി എബ്രഹാം ബേസിൽ തുടങ്ങിയവർ സംസാരിച്ചു.
കണ്ടശാങ്കടവ് PJMS GHSS വിദ്യാലയത്തിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ ഷെൽജി ഷാജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുരളി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ആബിദ, സീനിയർ അസിസ്റ്റന്റ് HSA റോസ്മി ബെൻസ്, HM ബീന കെ മേനോൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കവിത രാമചന്ദ്രൻ, SMC ചെയർമാൻ കിരൺ, KB OSA പ്രസിഡന്റ് വിനയൻ, പൂർവ്വ വിദ്യാർത്ഥികളായ നിഷാദ്, നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. കാരമുക്ക് സർവീസ് സൊസൈറ്റിയിൽ നിന്നും ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 1970-71 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളും നൽകിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്ക് മൊമെന്റോ നൽകി അനുമോദിച്ചു. ഡിജിറ്റൽ പാഠ്യപദ്ധതി ഡെവലപ്പറും പൂർവ്വ വിദ്യാർത്ഥിയുമായ നിതിൻ ഷാജുവിനെ ചടങ്ങിൽ ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് തല പ്രവേശനോത്സവം വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. നവാഗതരായ കുഞ്ഞുങ്ങൾ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അക്ഷരദീപം തെളിയിച്ചു. തുടർന്ന് ജനപ്രതിനിധികളും അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് തൊപ്പിയും മാതൃകാ അക്ഷരവടിയും നൽകി. പാഠപുസ്തക വിതരണം വാടാനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ യൂണിഫോം വിതരണം നടത്തി. USS വിജയ് അഭിരൂപിന് വലപ്പാട് ഉപജില്ലാ ഓഫീസർ KV അമ്പിളി ട്രോഫി നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടന നൽകിയ പഠനോപകരണങ്ങൾ പഞ്ചായത്ത് അംഗം രേഖ അശോകൻ വിതരണം ചെയ്തു. വിദ്യാലയതല അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തളിക്കുളം BPC TV ചിത്രകുമാർ പ്രകാശിപ്പിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി പ്രസിഡന്റ് TM റംഹിത, ജിതേഷ് K വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നിനവ് പ്രൗഢഗംഭീരമായി അരങ്ങേറി. പെയ്തൊഴിഞ്ഞ മഴ പോലെ അറിവിന്റെ മഴ നനയാൻ കുരുന്നുകൾ വിദ്യാലയത്തിലേക്ക് ഒഴുകിയെത്തി. പുതുതായി അഡ്മിഷൻ നേടിയ 300ഓളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് സാജു നവോദയ മുഖ്യാതിഥിയായിരുന്നു. ഹെഡ് മിസ്ട്രസ് ബീന T രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മല്ലികാദേവൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ ജയലക്ഷ്മി ടീച്ചർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, 17ാം വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ, കഴിമ്പ്രം SNDP യോഗം നോർത്ത് ശാഖ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മാതൃസംഗമം പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, മാതൃസംഗമം വൈസ് പ്രസിഡന്റ് അശ്വതി, ഹൈസ്കൂൾ സ്റ്റാഫ് പ്രതിനിധി ശോഭ VS, ഹയർ സെക്കൻഡറി സ്റ്റാഫ് പ്രതിനിധി E പ്രസാദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിലെ 53ാം നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം PK സുകന്യ, ICDS സൂപ്പർവൈസർ KR വൈദേഹി, PL ശ്രീലത, KM സീനത്ത് എന്നിവർ സംസാരിച്ചു. അംഗനവാടി കുട്ടികൾക്ക് സമ്മാനം, സർട്ടിഫിക്കറ്റ്, ട്രോഫി എന്നിവ നൽകി. വാർഡിലെ വിവിധ മേഖലയിൽ നിന്നുള്ളവരെയും തൊഴിലുറപ്പ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ചെറിയ കൊച്ചു നക്ഷത്രങ്ങളെ കുട്ടികളാണ്. ആ കുട്ടികളെ സ്വീകരിച്ച് ഉള്ള പോസ്റ്ററാണ് ആദ്യം. എല്ലാ സ്ഥലത്തും കുട്ടികളെ കണ്ടാൽ ആകർഷകമായിട്ടുള്ള സ്ഥിതികളാണ്. എല്ലാ കാര്യവും ഗംഭീരമായി ടീച്ചറായിട്ട് പറഞ്ഞ് ഫോട്ടോഗ്രാഫർ എടുക്കുന്ന ആൾ എൻ്റെ ശിഷ്യനാണ്. അപ്പൊ ടീച്ചറെ തൊട്ട് വലിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർമ്മാണം പറഞ്ഞില്ല. ഞങ്ങൾ അപ്പൊ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. എനിക്ക് കണ്ടപ്പോ പ്രശ്നോട് തോന്നുന്നത് എല്ലാം ചെറുത് പറയുന്ന പോലെ ഇടവഴിയും ചെറുതാണ്. വഴി ഞാൻ പ്രതിഫലിച്ച് നോക്കി. അപ്പൊ അവിടെ ഒരാളുണ്ടായി പറഞ്ഞ് ഇതിന്റെ കൂടെ പോകുന്നു. അത് നമുക്ക് ആലോചിക്കണം. അപ്പുറത്ത് നമുക്ക് ചോദിക്കണം. ചോദിച്ചിട്ട് നമുക്ക് ഒരു വഴി നന്നാക്കി ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൂടി ഇറങ്ങാൻ നമുക്ക് അല്ലെ. ഓട്ടോറിക്ഷയ്ക്ക് ചെറിയ വാഹനങ്ങൾ നമുക്ക് ആശാവർക്കർ
തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ പെരിങ്ങോട്ടുകര വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമിയിൽ നടന്നുവന്നിരുന്ന അവധിക്കാല ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന് സമാപനമായി. സമാപന ചടങ്ങ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇഗ്നി മാത്യു ഉദ്ഘാടനം ചെയ്തു. വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ VS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് പോൾ മുഖ്യാതിഥിയായിരുന്നു. അമ്പയറും തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷററുമായ നന്ദകുമാർ B അമ്പയറിംഗ് സംബന്ധിച്ച് ക്ലാസ് എടുത്തു. ഇതിനോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ മുഹമ്മദ് ഹസൻ, നിവേദം സന്തോഷ്, ദിഗേഷ് വിനു എന്നിവർ വിജയികളായി. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം മോഹൻദാസ്, VCA സെക്രട്ടറി AS മനോജ്, രക്ഷാധികാരി ജയശ്രീ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വ്യായാമത്തിൻ്റെ ഏറ്റവും ആയാസകരമായി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് സ്പോർട്സ്. ആ സ്പോർട്സിൽ നിങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് ചെയ്യുന്നത് ക്രിക്കറ്റാണ് അല്ലേ? ഒരുപാട് സന്തോഷം. അതെ, ക്രിക്കറ്റിന് പഴയമാരെയല്ല, വലിയ സ്കോപ്പുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ മാറ്റിലാണ് കളിക്കാനുള്ള അവസരം തന്നെയുള്ളൂ. ആ കൊണ്ടുവന്ന മാറ്റിലൊക്കെ കളിച്ച് വലിയ സിംഗം നല്ല അനിൽ എന്നൊക്കെ പറഞ്ഞ് പണ്ട് യൂണിവേഴ്സിറ്റി പഠിച്ച വലിയ പൗഡറുണ്ടായിരുന്നു. നമുക്ക് ബോർഡ് കാണുമ്പോൾ തന്നെ പേടിയും ആളുടെ ഫേസ് ചെയ്യാം. അവരൊക്കെ പോയിട്ട് യൂണിവേഴ്സിറ്റി കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഓപ്പൺ ബാറ്റ്, ശ്രീകാന്തൊക്കെ ഉണ്ടല്ലോ, തമിഴ്നാട് യൂണിവേഴ്സിറ്റി ശ്രീകാന്തൊക്കെ വരും. അത് നമ്മൾ അനിലെറിയുമ്പോൾ നമുക്കൊക്കെ ബോൾ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ആ ബോളൊക്കെ ആണ് 6 അടിച്ച് കൈ കളിച്ചിട്ടുണ്ട്. കാരണം അവർ കളിക്കുന്ന ടർഫ് വിക്കറ്റിലും നമ്മൾ മാറ്റിലും കളിച്ചിട്ടാണ് പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഷഹീർ അധ്യക്ഷനായി. അംഗനവാടി അധ്യാപിക PK ദീപ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്ക് മെച്ചപ്പെട്ടാണ് ഞാനവിടെ പോയി. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ചില ക്രിമിനലുകൾ വളർന്നു വരുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികളൊക്കെ വലവിശ് പിടിക്കും. അതിനെതിരെ ഒരു കൂട്ടായ്മ നമ്മൾ സൃഷ്ടിക്കണം. നമ്മൾ ഒറ്റപ്പെട്ടൊരു ജീവിതം
നമ്മൾ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തി. എല്ലാം കഴിയുമ്പോഴായിരിക്കും നമ്മളറിയുക. ആ സമയത്ത് നമ്മളെ മക്കളെ രക്ഷിക്കാൻ കഴിയാത്തൊരു ചതിക്കുഴിയിൽ അവർ വീണ് പോയിട്ടുണ്ടാകും. തിരുത്താൻ പറ്റാത്ത രീതിയിലും അവരെത്തിപ്പെട്ടിട്ടുണ്ടാകും. അതിനെതിരൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിച്ചും കുട്ടികളെ വളർത്തി സ്നേഹപൂർവ്വം വളർത്തണം. നമുക്ക് നേരില്ല എന്നൊന്നും പറയും. അച്ഛനമ്മക്കൊക്കെ നേരില്ലെന്ന് പറയണത് തന്നെ അപകടം. കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നേരത്തെ എപ്പോഴെങ്കിലും അവിടെ വന്ന് നോക്കണം. നാട്ടിക 4ാം വാർഡ് അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. വാർഡ് മെമ്പർ നികിത പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിലേക്ക് പുതിയ അധ്യയനത്തിനായി പോകുന്ന കുട്ടികൾക്കും നവാഗതരായ കുട്ടികൾക്കും ഊഷ്മളമായ സമ്മാനങ്ങളോടുകൂടി യാത്രയയപ്പും സ്വീകരണവും നൽകി. ചടങ്ങിൽ മോണിറ്ററിംഗ് സമിതി അംഗം ശ്രീജ മൂവീസ് അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രൻ കാട്ടിൽ മൂത്തേഴത്ത്, PV രാധാകൃഷ്ണൻ, കമറുനിസ ധനീഷ്, ഉണ്ണിമായ അനൂപ്, ആശാ വർക്കർ CA കുമാരി, PK ശശികല ടീച്ചർ, ബീന സുനിൽ എന്നിവർ സംസാരിച്ചു. CPM നാട്ടിക 14ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും പഠനോപകരണ വിതരണവും നടന്നു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് PR വാസു മുഖ്യാതിഥിയായിരുന്നു. PK വേലായുധൻ, PK സുബ്രഹ്മണ്യൻ, സന്തോഷ്, ഫസീല ബദറു, MD ശശി, PV ദിലീപ് കുമാർ, നസീമ അലി എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനവും 200 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണം നടത്തി. SSLCക്കും അതേപോലെ തന്നെ ഹൈസെക്കൻഡറിക്കുള്ള വിജയിച്ച മുഴുവൻ മക്കളിൽ CPIയുടെ പേരിൽ അനുമോദനങ്ങൾ അർപ്പിക്കുക. നാളെ ക്ലാസ് ആരംഭം നിങ്ങൾക്ക് തയ്യാറെടുത്തിട്ടുണ്ടാവില്ല. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ചൈതന്യ അംഗനവാടിയിൽ വിവിധ പരിപാടികളോടെ പ്രവേശനോത്സവം നടത്തി. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ പഠിച്ചുകൊണ്ട് അവരുടെ ശരീരവും മനസ്സും വളരെ കൃത്യമായ രീതിയിൽ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടും അവരെ ജീവിതത്തിലെ നല്ല പൗരന്മാരായിട്ട് വളർത്താനും ഉള്ള ആദ്യത്തെ പടിയാണ് ഈ പ്രവേശനോത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരാനും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കുട്ടികളെ വളർത്തുന്നതും സ്നേഹിക്കുന്നതൊക്കെ നമ്മളെ കുട്ടികൾ നന്നായി വരണമെന്ന് വെച്ചിട്ട് തന്നെയാണ്. ആ രൂപത്തിൽ അവരൊക്കെ നന്നായി വരാനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളിലും വലിയ സ്ഥാനങ്ങളിലേക്ക് അവരൊക്കെ എത്തിച്ചേരട്ടെ. നമുക്ക് മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത് അവർക്ക് വിദ്യാഭ്യാസം മാത്രമാണ്. ബാക്കിയെല്ലാം അവരുടെ ജന്മത്തിനനുസരിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് ഒന്ന് തന്നെ സംഭവിക്കണം. വാർഡ് മെമ്പർ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. അംഗനവാടി വർക്കർ അഞ്ജു KB, ഹെൽപ്പർ ഗീത, ആശാ വർക്കർ സുശീല രാജൻ, ALMC അംഗങ്ങളായ മജീദ് പോക്കാക്കില്ലത്ത്, ലൂയിസ് താണിക്കൽ, രേണുക റിജു, അജിത മോഹനൻ, മുൻ അംഗനവാടി വർക്കർ NS ഉഷ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. അംഗനവാടിയിൽ ആദ്യമായി എത്തിച്ചേർന്നവർക്കും സ്കൂളിലേക്ക് പഠനത്തിനായി വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങളും മധുരവും നൽകി. വാടാനപ്പള്ളി തൃത്തല്ലൂർ UP സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. നവാഗതരെ സ്വീകരിക്കൽ, പഠനോപകരണ വിതരണം, പായസ വിതരണം എന്നിവ നടത്തി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നവാഗതരെ സ്വീകരിച്ചു. USS സ്കോളർഷിപ്പ് നേടിയ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളെയും A+ നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം KS ധനീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക KG റാണി ആമുഖ പ്രഭാഷണം നടത്തി. മുൻ പ്രധാനാധ്യാപിക CP ഷീജ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് KS ദീപൻ, SSLC A+ നേടിയവർക്കും USS സ്കോളർഷിപ്പ് നേടിയവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. PV ശ്രീജ മൗസമി, മാതൃസംഘം പ്രസിഡന്റ് രജനി, BRC കോർഡിനേറ്റർ സ്വീറ്റി, അജിത് പ്രേം P തുടങ്ങിയവർ സംസാരിച്ചു. സറാഫിക് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ഫ്രാൻസി മരിയ ഉദ്ഘാടനം ചെയ്തു.
PTA എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ PV ദീപ്തി അധ്യക്ഷയായി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം അധ്യാപകർ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ വിദ്യാർത്ഥി പ്രതിനിധി സംസാരിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം അധ്യാപകർ ആലപിച്ചു. വിദ്യാർത്ഥികൾ പ്രവേശനോത്സവ ഗാനത്തിന് ചുവടുകൾ വെച്ചു. ഈ വർഷത്തെ LSS ജേതാക്കളെയും സെറാഫിക് ഹൈസ്കൂളിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അന്തിക്കാട് കല്ലിടവഴി ഉഷസ് അങ്കണവാടിയിൽ പ്രവേശനോത്സവം അന്തിക്കാട് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ NM ഷീന ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ലീന മനോജ് അധ്യക്ഷയായി. പ്രദേശത്തു നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അങ്കണവാടിയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് മാറുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. NT ഷജിൽ, വിജയൻ മാണിക്യത്ത്, നിമ്മി രവീന്ദ്രനാഥ്, സബീന നാസർ, നിഹാര കിഷോർ, അബ്ബാസ് വീരാവുണ്ണി എന്നിവർ സംസാരിച്ചു. കല്ലിടവഴി റേഷൻ കട പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളോടെ ആരംഭിച്ച പ്രവേശനോത്സവ ഘോഷയാത്രയിൽ വർണ്ണ ബലൂണുകളും മനോഹരങ്ങളായ തൊപ്പികളും അണിഞ്ഞ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. പ്രവേശനോത്സവത്തിന് ശേഷം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടതുരുത്തി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. അങ്കണവാടികളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. പെരിങ്ങോട്ടുകര വാഗാബോൺസ് ക്രിക്കറ്റ് അക്കാദമി നടത്തിയ അവധിക്കാല ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.